രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDYF നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ നടന്നത്. ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDYF നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആ സ്വർണ്ണക്കടത്ത് കേസിനകത്ത് 100 ദിവസത്തിലധികം ജയിലിൽ കിടന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഷാഡോ ഓഫീസർ, അയാൾ മലപ്പുറം ജില്ലക്കാരനാണോ? അയാൾ ഇസ്ലാം നാമധാരിയാണോ? മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തിയ ശ്രീമതി സ്വപ്ന സുരേഷ്, അവർ മലപ്പുറം ജില്ലക്കാരിയാണോ? അവർ മുസ്ലിം സമുദായാംഗമാണോ? അപ്പോ ഈ നാട്ടിൽ സ്വർണം കടത്തുന്നത്, സ്വർണം പൊട്ടിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗമാണ് എങ്കിൽ ആ മതത്തിന്റെ പേര് CPM എന്നാണ് എന്ന് ഈ നാട്ടിലെ ഏതൊരു കൊച്ചുകുട്ടിക്ക് പറയാം. സ്വർണം പൊട്ടിക്കുന്ന, സ്വർണം കടത്തുന്ന ഒരു അധോലോക സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ സമരപരിപാടികളുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് UDYFന്റെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായിട്ട് നമ്മൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷമാണ് മാർച്ചിൽ നടന്നത്. പോലീസ് സമരക്കാർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. നിയമസഭയ്ക്ക് അടുത്തായി നടന്ന പ്രതിഷേധം പോലീസുകാരുടെ ഇടപെടൽ മൂലം രൂക്ഷമാകുകയും പ്രവർത്തകർ റോഡിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു. നടു റോഡിലെ പ്രതിഷേധം ജനങ്ങളെ വലിയ രീതിയിലാണ് ബാധിച്ചത്. കള്ളക്കടത്ത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക.